ചില ആളുകളെ പറ്റി അവനൊരു മടിയനാണെന്നോ അല്ലെങ്കിൽ പിന്നീടത്തേക്ക് എപ്പോഴും കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ഒരാളാണെന്നോ പറയാറില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണെന്ന് തോന്നാറുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആസ് എ സൈക്കാട്രിസ്റ്റ് ഞാൻ പറയുന്നു, ഇത് വെറും മടിയല്ല, ഇതിൻ്റെ പിന്നിലൊരു സൈക്കോളജി ഉണ്ട്. നമ്മൾ ഒരു കാര്യം പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്നത് ആ കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, അത് ചെയ്യുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത് കൊണ്ടും ആകാം. ചിലപ്പോൾ ഒരു ടെൻഷൻ, ചെയ്താൽ ശരിയാകുമോ, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ഞാൻ ചെയ്യൂ എന്നുള്ള വാശി, അത് കാരണമൊക്കെ ആവാം മാറ്റിവെക്കും. ഇനി ഇത് എപ്പോഴാണ് ക്ലിനിക്കലി റെലവെൻ്റ് ആവുന്നത്? ചില സൈക്കാട്രിക്സ് അസുഖങ്ങൾക്ക് ഇതൊരു സിംറ്റമായി കാണാറുണ്ട്. ADHD അല്ലെങ്കിൽ ഡിപ്രഷൻ, സിവിയർ ആയിട്ടുള്ള ആങ്സൈറ്റി. ഇങ്ങനെയുള്ളവർക്ക് നമ്മുടെ തലച്ചോറിലെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിനെ ബാധിക്കും. അതായത് ഒരു കാര്യം നമുക്ക് പ്ലാൻ ചെയ്യാനോ കൃത്യമായ രീതിയിലോ ചെയ്യാനോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. സോ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളോട് നമ്മളിത് എഴുന്നേക്കൂ, നിങ്ങളിത് ചെയ്യൂ എന്ന് പറയുന്നത് കാലൊടിഞ്ഞ ഒരാളോട് നമ്മൾ എഴുന്നേറ്റ് നടക്കൂ എന്ന് പറയുന്നതിന് തുല്യമാണ്. അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ ശരീരം ഇതിനെ സമ്മതിക്കുന്നില്ല. എപ്പോഴാണ് നിങ്ങൾ ഇതിനൊരു സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ കാണേണ്ട അവസ്ഥ വരുന്നത്? ഒന്നാമതായത് നിങ്ങളുടെ ജീവിതത്തിനെ, ദൈനംദിന ജീവിതത്തിനെ ഇത് ബാധിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ കരിയറിനെ, നിങ്ങളുടെ കുടുംബം അന്തരീക്ഷത്തെ ഇത് ബാധിക്കുമ്പോൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക, അവസാന നിമിഷം വരെ കാത്തിരിക്കുക, അതായത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് എന്തുകൊണ്ടാണ്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ അതോ ഇതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നിങ്ങളുടെ മടി കൊണ്ടാണോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യണം. സോ ഒരു മടിയൻ എന്ന് സ്വയം ലേബൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായ ഒരു ഇവാലുവേഷൻ എടുക്കുക. ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ഇനി ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നമുക്ക് കൗൺസിലിങ്ങും അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ മരുന്നുകളും ഇതിനെ ഹെൽപ്പ് ചെയ്യും. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്ന കൗൺസിലിംഗ്, അതായത് നമ്മുടെ മനസ്സിൻ്റെ എനർജി കൂട്ടാനും കോൺസെൻട്രേഷൻ കൂട്ടാനും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള നമ്മുടെ ആ ഒരു മാറ്റിവെക്കൽ മാറ്റാനും നമ്മളെ സഹായിക്കും. സോ ഇത് നിങ്ങളുടെ ഒരു തെറ്റല്ല, ഇതൊരു അസുഖത്തിൻ്റെ ഭാഗമാവാം. ഒരിക്കലും നിങ്ങൾ സഹായം ചോദിക്കാനായിട്ട് മടിക്കരുത്, അതിനൊരു നാണക്കേട് വിചാരിക്കുകയും ചെയ്യും.